സ്ട്രോങ് ആയിട്ട് പോരടി. അതിലെ 2 മുടി. ഇവിടെ എന്താ വേണ്ടത്? സൂര്യ, നീ എന്താ ഇവിടെ? ഈ കോളേജിൽ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ സപ്ലയർ ആയിട്ട് ജോയിൻ ചെയ്തു, പാർട്ട് ടൈം. ഇതെന്താ ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ സ്ഥലമല്ലേ, വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. നിനക്കെന്താ വേണ്ടത്? ചായ. ഒരു സ്പെഷ്യൽ ചായ ഈശി പൂശി. മണ്ണുണ്ണി, സോറി, ഇനി ഞാൻ തന്നെ ഒരിക്കലും മണ്ണുണ്ണി എന്ന് വിളിക്കില്ല. തനിക്ക് ചേരുന്ന പേര് സൂര്യൻ തന്നെയാ. സൂര്യനാരായണ വർമ്മ. പവർഫുൾ നെയിമാ. ആക്ച്വലി താൻ ആരാ? താനല്ലേ ആ മുത്തുവിന്റെ കൈയും കാലും തല്ലി ഓടിച്ചത്? നീ അവിടെ ആരുടെ വായി നോക്കി നിൽക്കുവാ? അവിടെ ഒരു കസേര കളി നടക്കണ കണ്ട കണ്ട കണ്ട. തന്നെ കണ്ടപ്പോ എന്തിനാ മുത്തു കൊണ്ടുവന്ന ആരോടി ഭയന്നോടിയത്? എനിക്കറിയില്ല. ആഹാ, അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ നോക്കിയാലോ? എല്ലാം തുറന്ന് പറയിച്ചിട്ടേ തന്നെ ഞാൻ വിടും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒന്നുകിൽ താൻ ഒരു പൊറുക്കി, അല്ലെങ്കിൽ ഗുണ്ട, അതും അല്ലെങ്കിൽ ക്രിമിനൽ. Please, leave me alone. Leave me alone, please. Out. Out. ஏய் சிவா, உன் தங்கச்சியை அந்த சூர்யா ரொம்ப மிரட்டி இருக்காண்டா. നിനക്ക് മെക്കിട്ടാറാൻ പറ്റിയ ഒരുപാട് ചെറുക്കന്മാരുണ്ടാവും ഈ കോളേജില്. മേലാൽ എന്റെ അടുത്ത് കിന്നരിക്കാൻ വന്നാലുണ്ടല്ലോ. இப்படி எல்லாம் மிரட்டினா நான் ஒன்றும் பயப்பட மாட்டேன். இந்த காலேஜ் ஹீரோ சிவாவோட சிஸ்டர் நான் தெரியும்ல. ஐயோ, ஷாட் அடிச்சு. വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞോട്ടെ. നീ ഒന്ന് പറയണ്ടടാ. ശിവ, വേണ്ട വേണ്ട. ശിവ, അയ്യോ, പ്ലീസ്, എന്തോ ഉണ്ടായിരുന്നു കേക്ക്.
ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടാന്നാ പറഞ്ഞത്. ഇവൻ ഇന്ന് കൊണ്ട് അയ്യോ, അത് കണ്ടാ മുത്തച്ഛാ. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? ഇത്തിരി നാളെ ആയുള്ളൂ മനസമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്? ഇങ്ങനെ ഒരു തല്ലുണ്ടാക്കുന്നതിന് മുൻപ് നിനക്ക് ഞങ്ങളെ കുറിച്ചൊന്നും ഓർക്കായിരുന്നില്ലേ? അവസാന ശ്വാസം വരെ ജീവനോട് കാണണമെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു മാറിയതാ. ചെയ്തു പോയി. ഇവൻ 2 മേടിച്ചിട്ടാ വരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ അർത്ഥമുണ്ടായിരുന്നു. ഇവൻ 2 കൊടുത്തിട്ട് വരുമ്പോ മാലയിട്ട് വേണമായിരുന്നു സ്വീകരിക്കാൻ. പിന്നെ അടിയും പിടിയും ഒക്കെ ഞങ്ങൾ ക്ഷത്രിയന്മാരുടെ ജാതകത്തിലുള്ളതാ. ക്ഷത്രിയന്മാർക്ക് മാത്രം, മറ്റൊരു ജാതിക്കും. അച്ഛനാണെന്ന് ഓർക്കലേ ഞാൻ. എന്തായി മാധവ? யாருக்கும் சீரியஸா இன்ஜுரிஸ் எல்லாம் ஒன்றும் இல்லை. ஆனால் அந்த சிவாவோட பேக்ரவுண்ட் அவ்வளோ சாதாரணமானது இல்லை. அவள் அப்பா பார்சாரதி பெரிய பொலிட்டிக்கல் கிங் மேக்கர். அவருக்கு மெட்ராஸில் எவ்வளவு இன்ஃப்ளூயன்ஸ் இருக்கு தெரியுமா? அவனுடைய பிரதர் திருநெல்வேலியில் கலெக்டர், இன்னொரு பிரதர் போலீஸ் சர்க்கிள் இன்ஸ்பெக்டர், 1ஆம் நம்பர் பொறுக்கி. அவருடைய தாய் மாமா ஒரு மினிஸ்டர். நம்ம தம்பி உயிரோட இருக்கணும்னா அவனை எங்கேயாவது போச்சுடுங்க ப்ளீஸ். സീക്കിരം ഉള്ള പോ പ്ലീസ്. എന്തിന്? ഞാൻ അവരോട് സംസാരിക്കാം. ഉണ്ണി, മോനെ. ദാ, ദേ, ദൈവത്തെ ഓർത്ത് നീ പുറത്തേക്ക് വരരുത്. ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടായാലും പറ സമാധാനിപ്പിച്ചോളാം. വാ. ഇതാ ശത്രുവിന്റെ കഴുത്തു നോക്കി വെട്ട. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. இவன் தானே சூர்யா? ஆமாப்பா, இவன் தான் சூர்யா. சார், தப்பு என் பையன் கிட்ட மன்னிச்சிரு சூர்யா. டேய் அப்பா. மன்னிப்பு கேள்றா. തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി, സോറി ഫോർ എവറിത്തിങ്. நீ ஆம்பளை, உன்னை எனக்கு ரொம்ப பிடிச்சு போச்சு. உங்க பையன் ரொம்ப நல்லவங்க. என் பொண்ணோட உயிரை காப்பாத்துற தேவன் தான். இப்படி ஒரு புள்ள பெற்றதுக்கு நீங்க ரொம்ப பெருமைப்படணும். പെറ്റത് അയാളല്ല, എന്റെ മോളാ. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങളാ പെറുന്നത്. பெரியவர் யாரு? ഐ എം ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇപ്പൊ രാജഭരണമാണെങ്കിൽ ഈ നാട് ഭരിക്കേണ്ട രാജാവാണ്. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. വാങ്ങപ്പ പോലാം. അല്ലെങ്കിൽ പോട്ടെ. ശിവ, ഏ? സോറി. ഏയ്